ലീവ് കഴിഞ്ഞു. ആരുടെ? എൻ്റെ അല്ല, നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളുണ്ട്. പുള്ളി ലോകത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ ഡ്യൂട്ടിയിലാണ്. ചില അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു അജ്ഞാതന് മെസ്സേജ് പോകും, ഇന്നടത്ത് ഒരാളിരിപ്പുണ്ട്, അവനെ തീർത്തേക്കാൻ പറയും. ചിലപ്പോൾ ആ പറയുന്ന ആൾ ഒരു പള്ളിയിൽ മോസ്കിൽ ശിരസ് കുമ്പിട്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കുക, ഒരു പ്രത്യേക ഇരിപ്പുണ്ടല്ലോ, തറയിൽ മുട്ടിച്ച് ആ ഇരിക്കുന്ന ഇരിപ്പ് ഈ തലയെ വന്നിട്ട് പോയിന്റ് ബ്ലാങ്കിൽ തോക്ക് വെച്ച് തീർക്കും. അങ്ങനെയുള്ള ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഇങ്ങനെ കൊല്ലപ്പെടുന്നതൊക്കെ ഇന്ത്യയുടെ ശത്രുക്കളാണ്. ആരെക്കുറിച്ച് പറയുന്നത്? അജ്ഞാതൻ. മനസ്സിലായില്ലേ? ശരി, ലോകത്തെമ്പാടുമുള്ള അവരെ തീർക്കുന്ന അജ്ഞാതൻ കുറച്ചായിട്ട് ലീവായിരുന്നു. 2 മാസമായിട്ട് കേൾക്കുന്നില്ലായിരുന്നല്ലോ. അതാണ് കുറച്ചായിട്ട് ലീവ് കഴിഞ്ഞു. അറിഞ്ഞോ? ഇല്ല, നമ്മുടെ മാധ്യമങ്ങൾ പറയത്തില്ലല്ലോ. നമ്മൾ എത്ര എല്ലാ വീഡിയോയിലും പറയണം നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത്. നമ്മുടെ ഈ എമ്പുരാൻ ടീമിന്റെ പ്രിയപ്പെട്ട ആളുണ്ടല്ലോ, ജയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ മസൂദ് അസർ ഈയിടെ പറഞ്ഞിരുന്നു, ഞങ്ങൾ തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്, അതിൻ്റെ പേര് സിപ്പാഹി ഇ സാഹിബ. ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നത്, നമ്മൾ ഈ ജയ്ഷെ മുഹമ്മദ് എന്നുള്ള വലിയ സാധനത്തിൻ്റെ കേൾക്കുള്ളൂ. ഇപ്പോൾ LDF എന്ന് പറഞ്ഞാൽ CPM-ന്റെ കൂടെ വേറെ ഏതെല്ലാം മുന്നണിയുണ്ട്, പാർട്ടികളുണ്ട്. ഒറ്റയടിക്ക് പറയാൻ പറ്റുമോ? CPI പിന്നെ ബാക്കിയുള്ള പിന്നെ ആരാണ്ടൊക്കെ ഉണ്ട് എന്ന് പറയുന്ന പോലെ ജയ്ഷെ മുഹമ്മദിൻ്റെ കൂടെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന, മറ്റത് രാജബൊമ്പാലയാണ്, ഒരു അണലിയാണ് ഈ സിപ്പാഹി ഈ സാഹിബ. അതിൻ്റെ നേതാവുണ്ട്. പുള്ളി വലിയ പുള്ളിയാണ്. പേര് കേൾക്കുമ്പോൾ സിന്ധു ഓർമ്മ വരും. ഖാരി അനസ് മാവിയ കശ്മീരി. അവസാനം പറഞ്ഞു കശ്മീരി. അപ്പോൾ കശ്മീരി അടുത്ത കാലത്തൊക്കെ ഇന്ത്യനെ റെഡിയാക്കികളെയും പീസാക്കും എന്നൊക്കെ പറഞ്ഞ ആളാണ്. ആ ചങ്ങായി കഴിഞ്ഞ ദിവസം ലാഹോറിലെ ഒരു മാർക്കറ്റിൽ കൂടെ നടന്നു വരുമായിരുന്നു. അപ്പോൾ ഒരാൾ പതുക്കെ ഒരു പഴഞ്ചൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് വന്നു. കണ്ടിട്ട് ഒരു തുരുമ്പെടുത്ത ബൈക്ക് പോലെയാണ്. ആ ബൈക്ക് കൊണ്ട് ഇയാളുടെ അടുത്ത് നിർത്തി. ബൈക്ക് സ്റ്റാൻഡിലോട്ട് വളരെ കൂളായിട്ട് ബൈക്ക് സ്റ്റാൻഡിലോട്ട് വെച്ച്, ചേട്ടാ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാശ്മീരി ചേട്ടൻ ഖാരി കശ്മീരി നിന്നു. അപ്പോൾ ആൾ അടുത്തോട്ട് നിന്ന് ചേട്ടനെ തോളെ കൈവച്ചു. ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷ ചാരിയൊക്കെ നിർത്തി തോക്കെടുത്ത് നെറ്റിൽ തീർന്നു. ടിങ്ങല്ല, ടിഷ്യും തീർത്തു. എന്നിട്ട് പുള്ളി കൂളായിട്ട് ബൈക്ക് എടുത്തങ്ങ് പോയി. അപ്പോൾ ഇന്ത്യക്കെതിരെ ഏറ്റവും വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ടേയിരുന്ന കഴിഞ്ഞ 2 ആഴ്ച മുമ്പും ഇന്ത്യയെ പീസാക്കും എന്ന് പറഞ്ഞ കാശ്മീരി പണമായി. ആരാണെന്നറിയില്ല, എവിടുന്ന് ഒന്നും അറിയില്ല. ഒരു 6-7 മാസം മുമ്പ് പാകിസ്ഥാൻ ISIയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, മേജറാണ്. മേജർ കാർ വരുന്നു, ഒരു ബൈക്ക് കൊണ്ടുവന്ന് കാറിൻ്റെ മുന്നിൽ നിർത്തി. 2 പേർ ഇറങ്ങി. അപ്പോൾ നോക്കുമ്പോൾ കാറിനകത്ത് മേജറും ഭാര്യയും പിള്ളേരും ഉണ്ട്. അവർ ഒരു സലാം കൊടുത്തു. എന്നിട്ട് ഈ മേജർ ഡോറ് തുറന്ന് മേജറെ പുറത്തോട്ടിറക്കി കാറെ ചാരി നിർത്തി. ഈ പറഞ്ഞ പോലെ 2 വെടി വെച്ചു. ആൾ തീർന്നു. ഭാര്യയും പിള്ളേർക്കും ഒരു ടാറ്റ കൊടുത്തു. അവർ കയറിപ്പോയി. ഇത് പാകിസ്ഥാനിൽ സ്ഥിരം നടക്കുകയാണ്. പാകിസ്ഥാനിൽ ലാഹോറിലാവട്ടെ എവിടെയാവട്ടെ അജ്ഞാതൻ ഇങ്ങനെ പൂണ്ടു വിളയാടുകയാണ്. അജ്ഞാതൻ ഇപ്പോൾ പൂണ്ടു വിളയാടുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ISIയുടെ ഒരു PR വിങ്ങുണ്ട്, ഇൻ്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് എന്നാണ് പറയുന്നത്. ഇൻ്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ഈ BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, TTP പാകിസ്ഥാനിലെ തെഹ്രീക്കെ താലിബാൻ, അത് അഫ്ഗാനിസ്ഥാൻ പിന്തുണയുള്ള ഇവരൊക്കെ നടത്തുന്ന ആക്രമണങ്ങൾ കഴിയുമ്പോൾ ഈ ഇൻ്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ഉടനെ പത്രസമ്മേളനം നടക്കും. ഒരു ലഫ്റ്റനൻറ്റ് കേണലോ മറ്റോ ആണ് അതിൻ്റെ കൊണാണ്ടർ. അയാൾ പറയും, ഇന്ത്യ വേഷപ്രച്ഛന്നരായി വന്നിട്ട് പാകിസ്ഥാനിൽ നിരന്തര ആക്രമണം നടത്തുകയാണ്. കാബൂൾ, അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമായ കാബൂളിലെ ഇന്ത്യൻ എംബസി എന്ന് പറഞ്ഞാൽ ഒരു ഓർഡിനൻസ് ഫാക്ടറി പോലെയാണ്, ആയുധം ഉണ്ടാക്കുന്ന സ്ഥലം പോലെ. അവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് വലിയ കണ്ടെയ്നർ വഴി ആയുധങ്ങൾ കയറ്റി അവിടെ എത്തും. ചാബഹാർ തുറമുഖം വഴിയൊക്കെ എത്തിക്കാൻ വേണമെങ്കിൽ, വഴി അറിയത്തില്ല, എന്തായാലും അവിടെ എത്തിക്കുന്നു. എന്നിട്ട് കാബൂളിലെത്തും. എന്നിട്ട് അവിടെയുള്ള തീവ്രവാദികളൊക്കെ വിളിച്ചിട്ട് പറയേ സാധനം വന്നിട്ടുണ്ട് കൊണ്ടുപോക്കോ ഇതൊക്കെ പറഞ്ഞ് കൊടുത്തേക്കും. ഇത് BLAക്ക് കൊടുക്കും, TTPക്ക് കൊടുക്കും. അങ്ങനെ ഏതെല്ലാം പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന തീവ്രവാദ അവർക്കെല്ലാം ആയുധം കൊടുക്കും. പിന്നെ പെട്ടിക്കണക്കിന് കാശും കൊടുക്കും. ഇതൊന്നും കൂടാതെ കുറേ ആളുകളെ തപ്പിപ്പിടിച്ച് അവരുടെ കയ്യിലും കൊടുക്കും ആയുധം, നല്ല കാശും കൊടുക്കും. അങ്ങനെ അവർ വന്നിട്ടാണ് ഈ പാകിസ്ഥാനിൽ ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പാകിസ്ഥാൻ കാത്തു സൂക്ഷിക്കുന്ന അസറ്റുകൾ, ഇവരൊക്കെ പാകിസ്ഥാൻ്റെ അസറ്റുകളാണ്. ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാൻ കാത്തു രക്ഷിക്കുന്ന ഒരു അസറ്റാണ്. ഒസാമ ബിൻ ലാദൻ പാകിസ്ഥാൻ സൂക്ഷിച്ചിരുന്നൊരു അസറ്റാണ്. അമേരിക്ക നേരിട്ട് അബാട്ടോബാദിൽ വന്നിറങ്ങി തീർത്തിട്ട് പോയി. കൊന്ന് കത്തിച്ച് ചാരം അറ്റ്ലാന്റിക് കടലിൽ ഒഴുകി കളഞ്ഞു.
അപ്പോൾ പക്ഷേ അതിനകത്ത് പാകിസ്ഥാൻ്റെ സഹായം ഇല്ലാതെ അമേരിക്കൻ കമാൻഡോസ് അവാട്ടാബാദിൽ വന്ന് പറന്നിറങ്ങി വെടിവെക്കുമെന്ന് പറയാൻ പറ്റില്ല. അമേരിക്ക വന്നപ്പോൾ പാകിസ്ഥാൻ ചേട്ടാ വാതിൽ തുറന്നു ഇരിക്കാൻ പറയുമ്പോൾ കടന്നു കൊടുത്തു എന്ന് പറയുന്നത് പോലെയാണ് ഈ പാകിസ്ഥാൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്തു എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെ ഈ അജ്ഞാതന്മാരെ വിട്ട് തീർക്കുന്നു എന്ന് പാകിസ്ഥാൻ നിരന്തരം പറയുന്നുണ്ട്, അമേരിക്ക പറഞ്ഞു. ഇനി ഓർക്കുന്നില്ല നമ്മുടെ യാദവിൻ്റെ കേസ്, പന്നുവിനെ കൊല്ലാനായിട്ട് നമ്മൾ ആളെ അയച്ചു എന്ന് അമേരിക്ക പറഞ്ഞു. FBI ലുക്കൗട്ട് നോട്ടീസ് ഇറക്കി, റോയാണ് അതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞു. അതിനുശേഷം കാനഡ പറഞ്ഞു, കാനഡയിൽ ആളുകളെ കൊല്ലുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് കാനഡ അവസാനം ഈയിടെ കാനഡ എന്ത് ചെയ്തു, ഇന്ത്യ പറയുന്നത് പോലെ ഷാർപ്പ് ഷൂട്ടർമാരെ വെച്ച് ആളെ കൊല്ലുന്ന ആളാണ് നമ്മുടെ ബിഷ്ണോയ് എന്ന് പറഞ്ഞിട്ട് ബിഷ്ണോയ് ഗാങ്ങിനെ ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിച്ചു. അതെ. അപ്പം ലോകത്തിൻ്റെ പല ഭാഗത്ത് ഇന്ത്യക്ക് വേണ്ടി മറ്റത് ബിഷ്ണോയ് ഗ്യാങ് എന്ന് പറയുന്ന ജ്ഞാതരാണ്, അറിയാം. പക്ഷേ ഇവരജ്ഞാതരാണ്. അപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ കാണുന്നില്ലേ, അതിനു മുമ്പ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. ഇതൊക്കെ നമ്മൾ നേരെ പ്രിസിഷൻ സ്ട്രൈക്കാണ്. അതായത് കൃത്യമായി എവിടെ പോയി ആക്രമിക്കണമെന്ന് തീരുമാനിച്ചിട്ട് ബാലാക്കോട്ടിലെ ഇവരുടെ തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിക്കുന്നു. ഇവിടെ ബഹവൽപൂരിലാണല്ലേ അവരുടെ മർക്കസ് എന്ന് പറയുന്ന സ്ഥലം കൃത്യമായിട്ട് ആക്രമിക്കുന്നു. അത് മറ്റേ അവരുടെ നേതാവ് പറഞ്ഞിട്ടില്ലേ, ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവിനെയും കുടുംബത്തിനെയും ഇന്ത്യ പീസാക്കി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞല്ലോ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ. എന്ന് പറയുന്ന പോലെ നമ്മൾ കൃത്യമായി നടക്കുകയാണ്. നമുക്ക് അഭിമാനമുണ്ട്, ശരിയാണെടാ, ഈ ഇവനെയൊക്കെ നമ്മൾ കൃത്യമായി തകർത്ത് അവൻ്റെ മർക്കസും മാങ്ങാത്തുളിയൊക്കെ നമ്മൾ തവിടുപൊടിയാക്കി എന്നൊക്കെ നമ്മൾ ഇങ്ങനെ അഭിമാനം കൊള്ളും. പക്ഷേ ഇതിന് നല്ല വിലയുണ്ട് സിനു. ഒരു ബ്രഹ്മോസ് അയക്കുമ്പോൾ കാശ് എത്ര പോകും? S-400 വേണ്ട നമ്മൾ 9 പ്രാവശ്യം മറ്റാണ് ചാർജ് ചെയ്തത്. അതെ. ബാക്കിയൊക്കെ നമ്മൾ ആകാശ് ഉപയോഗിച്ചതാണ്. S-400 ചാർജ് ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുണ്ട്, ആകാശിനും വിലയുണ്ട്. അപ്പോൾ ഈ തീവ്രവാദികളെ കൊല്ലാനായിട്ട് നമ്മൾ സൈനിക ശക്തി ഉപയോഗിക്കുമ്പോൾ അതിന് വലിയ ചിലവുണ്ട്. എന്നാൽ ഈ അജ്ഞാതനെ ഉപയോഗിക്കുമ്പോൾ അജ്ഞാതനെല്ലാം റോ തന്നെ ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുന്നത് റോ പല വേഷത്തിൽ കവർട്ട് ഓപ്പറേഷനാണ് പലയിടത്ത്. ഇപ്പം ലാഹോറിൽ ഒരു പച്ചക്കറി കച്ചവടക്കാരനായിട്ടിരിക്കുന്ന സെയ്തുള്ള റോയുടെ അതിൻ്റെയാണ്. സമയമാകുമ്പോൾ തോക്കെടുക്കുന്നത് ടിഷ്യം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയൊന്നുമല്ല, അതൊക്കെ സിനിമകളിലാണ്. നമ്മുടെ ഈ ഇത്തരം നമ്മുടെ രാജ്യത്തിൻ്റെ അസറ്റുകളായിട്ടുള്ള ഓഫീസർമാർ കവർട്ട് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് പലയിടത്തുണ്ട്. നമ്മുടെ രാജ്യത്തും ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ജംഗ്ഷനിൽ ഇരിക്കുന്ന മുറുക്കാൻ കച്ചവടക്കാരൻ ചിലപ്പം പാകിസ്ഥാൻ്റെ ISIയുടെ ആളായിരിക്കും, ആയിക്കൂടായിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ അങ്ങനെയാണ്. നാട്ടിൻപുറത്തൊക്കെ പണ്ട് ഏതെങ്കിലും നല്ലൊരു ഭിക്ഷക്കാരനെ കണ്ടാൽ അവൻ CID എന്നൊക്കെ പറയാം. പലയിടത്തും CIDകളുണ്ട് എന്ന് പറയുന്ന പോലെ ഈ നമ്മുടെ ഈ അത്തരം ഏജൻറ്റുമാർ ചെയ്യുന്നത് ആ നാട്ടിൽ തന്നെയുള്ള ആളെ ഹയർ ചെയ്യും. എന്നിട്ട് അവർക്കൊരു പണം കൊടുക്കുക, നീ ഇന്ന ആളെ തട്ടുക, നിനക്ക് ഇത്ര രൂപ. ഇതാണ് ഓപ്പറേഷൻ. അതാകുമ്പോൾ ഒരു മിസൈലിന് എത്ര ലക്ഷം വേണം? ഇത് കൂടിപ്പോയാൽ 1 ലക്ഷം രൂപ കൊടുത്താൽ അവൻ പണിയും നിർത്ത് അവൻ്റെ 16 അടി ദൂരം നടത്തിയിട്ട് ഇവൻ തിരിച്ചു വരും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പഴഞ്ചൻ ബൈക്കിൽ വരുന്നു, അവനൊരു പൈൻറ്റും മേടിച്ചു കൊടുത്ത് ഒരു 5000 രൂപ പോക്കറ്റിലിട്ട് ഒരു നാടൻ തോക്കും കൊടുത്താൽ ഇവൻ പണി ചെയ്തോളും. കൂളായിട്ട് പണി കഴിയും. മറ്റേ നമ്മളൊരു മറ്റേ S-400 മിസൈൽ വിട്ടാൽ മിനിമം 1 കോടി രൂപ ചിലവാണ്. എത്ര രൂപയുടെ ചിലവ്! ആ കാശ് കൊണ്ട് എത്ര അജ്ഞാതന്മാരെ ഇറക്കാം. അപ്പോൾ ഇത് വളരെ വളരെ ആസൂത്രിതമായി ഇപ്പം നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരം ഓപ്പറേഷൻസ് രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തുന്നുണ്ട്. റഷ്യൻ ഏജൻറ്റുമാർ റഷ്യയുടെ അല്ലെങ്കിൽ പുടിൻ്റെ ശത്രുക്കളെ വിഷം കുത്തിവെച്ച് റഷ്യയുടെ പ്രധാനപ്പെട്ട പണി വിഷം കുത്തിവെക്കുകയാണ്. മൊസാദ് ചെയ്യുന്നു. മൊസാദ് ലോകത്ത് മുഴുവൻ പോയി അവരുടെ ശത്രുക്കളെ വേട്ടയാടി പിടിച്ചിട്ടുണ്ട്. അമേരിക്ക ചെയ്തിട്ടുണ്ട്. അമേരിക്ക വന്ന് പിടിച്ചോണ്ടങ്ങ് പോയി തട്ടും. ഇതാണ് അമേരിക്ക ചെയ്യുന്നത്. ആ ലെവലിലേക്ക് ഇന്ത്യ കഴിഞ്ഞ 10 വർഷത്തിടയ്ക്ക് മാറിയിട്ടുണ്ട്. ഇന്ത്യ റോ എന്ന് പറയുന്ന ഏജൻസി നേരത്തെ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ അവരുടെ പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടി രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് റോ അടക്കമുള്ള രഹസ്യാന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഇന്ത്യ ഒരു ഡീപ്പ് സ്റ്റേറ്റായിട്ട് പതുക്കെ മാറുന്നുണ്ട്. ലോകത്തെ പല കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കും. അതായത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത്, ഗുരുവായൂരുള്ള ഒരു രാജു എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്നോട്, നമ്മുടെ യുവരാജ് ഗോകുൽ പറഞ്ഞ, ഗോകുലിൻ്റെ സുഹൃത്താണ്. നരേന്ദ്രമോദിയായിട്ട് നല്ല അടുപ്പമുള്ള ആളാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയൊക്കെ ആയിരിക്കുമ്പോൾ അദ്ദേഹം ഗുരുവായൂർ വന്നപ്പോഴൊക്കെ കൂടെ ഈ രാജു ഉണ്ടായിരുന്നു. അപ്പം മോദി എപ്പോൾ വന്നാലും ഇദ്ദേഹത്തെ കാണും, ഒരുമിച്ച് നടക്കും. പക്ഷേ ഈ അടുത്തിടയ്ക്ക് മോദി വന്നപ്പോൾ അത്രയ്ക്ക് അടുത്ത് ചെല്ലാൻ പറ്റുന്നില്ല. അടുത്ത് ചെന്ന് കണ്ടു, പഴയ സൗഹൃദമൊക്കെ പുതുക്കി, പക്ഷെ പഴയ പോലെ അടുത്തിടക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്ക് ചോദിച്ചപ്പോഴത്തേക്ക് SPGയിലെ പരിചയമുള്ള ഒരാൾ പറഞ്ഞത്രേ, അതായത് പണ്ട് മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമായിരുന്നു, ഇപ്പം മോദി ലോകത്ത് ജിയോ പൊളിറ്റിക്സിൽ എന്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു ഗ്ലോബൽ ലീഡർ കൂടിയാണ്. സ്റ്റേച്ചർ മാറി.
ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക്. ചിന്തിക്കുന്ന പോലെ. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഓക്കെ. നമ്മൾ അതിനുള്ള സെക്യൂരിറ്റി. ഇപ്പം അങ്ങനെയല്ല. ലോകത്തെ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്ന ഒരു വിരലെടുത്താൽ അതിൽ 1, 2, 3, 4, 5 എണ്ണിയാൽ അതിൽ 3-മതോ 4-മതോ നിൽക്കുന്ന ആളാണ് നരേന്ദ്രമോദി, അല്ലേ? അതെ. വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. ഡൊണാൾഡ് ട്രംപ്, പുടിൻ, ഷീ, ദെൻ മോദി, നരേന്ദ്രമോദി. ഉറപ്പായിട്ടും അങ്ങനെ പറയല്ലേ. അല്ലാതെ ആരുണ്ട്? വേറെ ഏത് പേര് പറയാനുണ്ട്? അങ്ങനെ നരേന്ദ്രമോദി അങ്ങ് മാറിയിരിക്കുന്നു. അപ്പോൾ സുരക്ഷാ സന്നാഹങ്ങൾ കൂടി എന്ന് പറയുന്നു. ഇതുപോലെ ലോകത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി ഇന്ത്യ വളരുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് ചില ഇടപെടലുകൾ നടത്തേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളെ കാലപുരിക്ക് വിടണം. അപ്പോൾ അതിനുള്ള ഓപ്പറേഷൻസ് നമ്മൾ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനിലെ തീവ്രവാദികളെ നശിപ്പിക്കാൻ വേണ്ടി മിസൈൽ അയക്കുന്നതിലും എളുപ്പമാണ് ഒരു അജ്ഞാതനെ വിടുക. അപ്പോൾ എന്തോ ഒരു കാര്യത്തിന് അജ്ഞാതൻ ലീവിലായിരുന്നു. അജ്ഞാതന്മാരെ അജിത് ഡോവൽ ലീവൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. വലിയ രസകരമായൊരു കാര്യം, എന്നോടൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറഞ്ഞത്, ഈ അജ്ഞാതന്മാരായിട്ട് പോകുന്നു, ഞാൻ ഈ പാകിസ്ഥാനിലുള്ള ആളുകൾക്ക് എങ്ങനെ വിശ്വസിച്ച് അജ്ഞാതൻ്റെ പണി ഏൽപ്പിക്കാൻ പറ്റും? അവൻ കാശും മേടിച്ചുകൊണ്ട് മുങ്ങിയാൽ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മുടെ യാദവിനെ പറ്റിച്ച് അങ്ങനെയാണ്. യാദവ് ഈ പറയുന്ന പോലെ ഈ അമേരിക്കയിൽ പോയി പന്നിനെ ടാർഗറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഒരാൾക്ക് കാശ് കൊടുത്ത ആൾ അമേരിക്കൻ പോലീസിലെ ആളായിരുന്നു. വാടക കൊലയാളി എന്നും പറഞ്ഞ് ഏർപ്പാടാക്കിയത്. അങ്ങനെയൊക്കെ പറ്റില്ലെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയല്ല, പാകിസ്ഥാനിൽ സൈന്യവുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ പാകിസ്ഥാനിലെ നമ്മുടെ ഓപ്പറേഷൻസിന് അല്ലെങ്കിൽ അജ്ഞാതർ ആയിട്ട് വരുന്ന പലരും അഫ്ഗാനികളാണ്. അഫ്ഗാനികൾ എന്ന് പറയുമ്പോൾ അഫ്ഗാനികൾക്ക് പ്രത്യേകിച്ച് ഈ പഷ്തൂൺ മേഖലയിലുള്ള ആളുകൾക്ക് അവർ പഷ്തൂണിസ്ഥാൻ വേണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. പഷ്തൂൺ വേറൊരു രാജ്യമാണ്, അവരുടെ വേറെ ജനങ്ങളാണ്. പഷ്തൂണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആരുടെ കയ്യിലാണ്? പാകിസ്ഥാൻ്റെ കയ്യിലല്ല. അവരോട് വളരെ വംശീയമായ വിദ്വേഷം ബലൂജികളോട് കാണിക്കുന്ന പോലെ പാകിസ്ഥാൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് അഫ്ഗാനിസ്ഥാൻ്റെ കൂടെ പോകണം, അല്ലെങ്കിൽ വേറെ രാജ്യം വേണം. പാകിസ്ഥാൻ അവരെ അടിമകളാക്കി വെച്ചിരിക്കുന്ന രാജ്യമാണ്. അവിടെ മുസ്ലിം മതമൊന്നുമില്ല. ഞങ്ങളെ അടിമകളാക്കി വെച്ചിരിക്കുന്നവരാണ് ഈ പാകിസ്ഥാൻ മുസ്ലിംസ്. അതുകൊണ്ട് അവനെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. അപ്പം നീ കൊന്നോ, നിനക്ക് കാശും തരാം തോക്കും തരാമെന്ന് പറഞ്ഞാൽ അവൻ സന്തോഷത്തോടെ ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഈ അഫ്ഗാൻ വഴിയുള്ള ഇന്ത്യൻ ഓപ്പറേഷനെ പാകിസ്ഥാൻ ഭയക്കുന്നത്. അപ്പോൾ ഏതായാലും അഫ്ഗാനിസ്ഥാനിൻ്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലുള്ളപ്പോൾ ഇന്ത്യ വീണ്ടും ആ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്, അജ്ഞാതൻ്റെ സ്വിച്ച്. അപ്പോൾ വേണ്ടത്ര അജ്ഞാതന്മാരെ സപ്ലൈ ചെയ്യുന്ന കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അജ്ഞാതൻ ലീവ് കഴിഞ്ഞ് വന്നിട്ട് ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയ കശ്മീരിയെ ഫിനിഷ് ചെയ്തുകൊണ്ടാണ് അജ്ഞാതൻ ആദ്യത്തെ ലീവിന് ശേഷമുള്ള ആദ്യത്തെ പണി ഗംഭീരമായിരിക്കുന്നു. അജ്ഞാത അഭിവാദ്യങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.